ഒരു മുഫസ്സിർ പറഞ്ഞതാണ് അതിലൊരു വലിയ ഒരു ഔചിത്യമായി തോന്നിയത്. അതെന്താണെന്ന് വെച്ചാൽ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹുദ്ഹുദിനോട് പറഞ്ഞില്ലേ, ഹുദ്ഹുദിനെ തൻ്റെ സൈന്യത്തിൽ കാണാനില്ല. സുലൈമാൻ നബിയുടെ പക്ഷി സൈന്യത്തിൽ ഹുദ്ഹുദ് ഒരു പ്രധാന മെമ്പറാണ്. ഹുദ്ഹുദിനെ കാണാനില്ല. അപ്പോൾ ഹുദ്ഹുദ് എവിടെയെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഹുദ്ഹുദിൻ്റെ വരവ്. എന്നിട്ട് പറയുന്നത്, അഹത്തു ബിമാലം തുഹിത്ത് ബിഹി വജിത്തുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. ഉണ്ടോ? സുലൈമാൻ നബിയോട് ഹുദ്ഹുദ് എന്ന പക്ഷി പറയാണ്, നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നു. അഹത്തു ബിമാലം തുഹിത്ത് ബിഹി വജിത്തുക, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നു മിൻ സബഇൻ ബിനബഇൻ യഖീൻ എന്നാണ്. സബ ഗോത്രത്തിൽ നിന്ന് ഒരു നബഉൻ യഖീൻ. എന്താ നബഉൻ യഖീൻ? ഉറപ്പായ വാർത്ത എന്നാണ്. അതിൽ സംശയമൊന്നുമില്ല. നല്ല ഉറപ്പായ ഒരു വാർത്ത ഞാൻ നിനക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഹുദ്ഹുദ് സുലൈമാൻ നബിയോട് പറയണം. എന്നിട്ട് ആ വാർത്ത പറയണം. അതെന്താ എന്താ ഹുദ്ഹുദ് പറഞ്ഞു കൊടുത്ത് സുലൈമാൻ നബിയോട് പറഞ്ഞെന്താ? ഞാൻ സബഇനെ ഒരു പെണ്ണ് ഭരിക്കുന്നതായിട്ട് കണ്ടു. ആ പെണ്ണും അവളുടെ കൗമും സൂര്യനാണ്, അള്ളാനെ കൂടാതെ പ്രണമിച്ചു കൊണ്ടിരിക്കുന്നത്, ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലല്ലേ? ഈ വാർത്തയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ശരിയാണ്. അത് ഉറപ്പിച്ചാണ് ആര് പറയുന്നത്? ഹുദ്ഹുദ് പറയുന്നത്. പക്ഷേ സുലൈമാൻ നബി എന്താ ഹുദ്ഹുദിനോട് പ്രതികരിച്ച്? സനന്ദുറു അസദക്ത അം കുൻത മിനൽ കാദിബീൻ എന്നാണ്. സനന്ദുറു, നാം ഒന്ന് നോക്കട്ടെ. അസദക്ത, നീ പറഞ്ഞത് സത്യമാണോ? അം കുൻത മിനൽ കാദിബീൻ, അതല്ല നീ കളവ് പറയുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് പറയുമ്പോൾ ഹുദ്ഹുദ് എന്ത് ഇതില പറഞ്ഞേ? ഹുദ്ഹുദ് വളരെ ഉറപ്പിച്ചാണ് പറഞ്ഞത്, നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ വളരെ അഹത്തു എന്നാണ് ഇതിൽ. അതിനെ ശരിക്കും സമൂലമായി ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് പിന്നെ നബഇൻ യഖീനാണ്, ഉറപ്പായ ന്യൂസാണ് ഞാൻ കൊണ്ടുവന്നതെന്നാണ്. പക്ഷേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താ? അത് ആ ഉറപ്പിൽ, ആ ഒരു തീർപ്പിൽ ഇങ്ങനെ അടിവരട്ട് പറഞ്ഞിട്ട് സുലൈമാൻ നബി അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യില്ല, അത് സ്വീകരിച്ചില്ല. പിന്നെ സനന്ദുർ, നാം നോക്കും. അസദക്ത, നീ പറഞ്ഞത് സത്യമാണോ? അം കുൻത മിനൽ കാദിബീൻ, നീ കളവ് പറയുന്നവരിൽപ്പെട്ടവരാണോ എന്നാണ്. ആ ഒരു പരിശോധന, ആ ഒരു പ്രതികരണ ശീലം അല്ലേ, അത് അത്യാവശ്യമാണ്. ഒരാളെ ആരൊരു വാർത്ത എത്തിക്കുകയാണെങ്കിലും ഇതല്ലേ, ആ വാർത്തയോട് സനന്ദുർ അസദക്ത് അം കുൻത മിനൽ കാദിബീൻ. മനസ്സിലായി? അതാണ് പിന്നെ ഒരു തഫ്സീറിൽ ഇത്തരം വിഷയങ്ങൾ, അത് ഇത്തരം വിഷയങ്ങളിൽ മാത്രമല്ല, ഇപ്പം എത്രയോ ന്യൂസുകൾ നമുക്ക് എത്തണം. എത്രയോ ന്യൂസുകൾ ഓരോരുത്തരെ കുറിച്ച്, അവിടെ അത് പറഞ്ഞ്, ഇവിടെ അത് പറഞ്ഞ്, മറ്റേയാളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ്, ഇവയാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ്, പിന്നെ അതിനൊരു പ്രതികരണം ആവശ്യമാണ്, അതിനൊരു മറുപടി ഇങ്ങനെ ആവശ്യമാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പലതും വരും. അയാൾ പറഞ്ഞത് ഇതാണ്, ഇയാൾ പറഞ്ഞത് ഇതാണ്. മനസ്സിലല്ലേ? ശരിക്ക് ആ പറഞ്ഞ ആളുകൾ ഹയാത്തിലുണ്ട്. അയാളോട് വിളിച്ചു ചോദിച്ചാൽ മതി, നിങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നതാണോ, ഇയാളൊക്കെ അത് എങ്ങനെയാണ് പറയണതെന്ന് പറഞ്ഞെങ്കിൽ എളുപ്പമുണ്ട്, തീർന്ന്. കാരണം എന്താ, പറയപ്പെടുന്ന വ്യക്തി ഹയാത്തിലുണ്ട്. ഞൊടിയിടയിൽ അത് ഉറപ്പ് വരുത്താനുള്ള അവസരമുണ്ട്, സാഹചര്യമുണ്ട്. പക്ഷേ എന്നിട്ടും ആളുകൾ എന്ത് ചെയ്യാണ്? ഈ പറയപ്പെട്ടതിൽ ഉഴലിയാണ് കിടന്നിട്ട് അതിനെ വിശ്വസിച്ചോ അല്ലെങ്കിൽ അതിൽ ആകർഷണനായിട്ടോ എന്ത് ചെയ്യാണ്? തൻ്റെ വിധികൾ, പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉറപ്പ് വരുത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. തബയ്യനുള്ള മാർഗം ഇന്ന് വളരെ തരപ്പെടുത്തപ്പെട്ടതാണ്. അവസരങ്ങൾ ഇവിടെ ഉണ്ട് താനും. പക്ഷെ എന്നാലും ആളുകൾ എന്തില്ല, ഒരു തബയ്യുനില്ല. അതും ഊഹാപോഹങ്ങളിലും കിംവദന്തികളിലും ഇല്ലായ്മകളിലും. ഇവിടെ നബഉൻ യഖീൻ കൊണ്ടുവന്നപ്പോൾ വരെ സുലൈമാൻ നബി പറഞ്ഞ എന്താ, ഞാനൊന്ന് നോക്കട്ടെ എന്നാണ്. കറക്റ്റാണോ അതല്ല ഇത് ഡ്യൂബ്ലിയാണോ എന്നുള്ളത്. ഏതായാലും അതൊരു വലിയ മാനദണ്ഡമാണ്. ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ആളുകൾ പലവിധ നിഗമനങ്ങൾ അവതരിപ്പിക്കും, കുറേ ചിന്തകൾ അവതരിപ്പിക്കും, കണ്ടെത്തലുകൾ പറയും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലെന്ത് ചെയ്യണം? നമുക്കൊരു ഉറപ്പിൻ്റെ നിലപാട് ഉണ്ടാവണം, വസ്തുതകളെ സ്ഥിരീകരിച്ചുകൊണ്ട്.